സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇനി അടുത്ത ആഴ്ചയിലേക്ക് കുറച്ച് സ്റ്റോക്കുകൾ അപ് ട്രെൻഡ് പോകാൻ സാധ്യതയുള്ള കുറച്ച് സ്റ്റോക്കുകൾ അതിൻ്റെ ലെവൽസ് ഒക്കെയാണ് നോക്കുന്നത്. അതിൽ ഒന്നാമത്തത് ഹാവൽസ് ആണ്. അറിയാമല്ലോ, ഹാവൽസ് എല്ലാവർക്കും ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറാണ്. അതുകൊണ്ട് തന്നെ ഹാവൽസിൻ്റെ കേബിൾസ് അങ്ങനെ നമുക്ക് നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഒക്കെ ഡെയിലി വർക്കുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആണെങ്കിൽ പല ആൾക്കാർക്കും നല്ല പരിചയമുള്ളൊരു കമ്പനിയാണ് ഈ ഹാവൽസ്. സോ ഇപ്പോൾ നമുക്ക് 1298 എന്ന് പറയുന്ന ലെവലിൽ ഈ പറഞ്ഞ ഹാവൽസ് വന്ന് നിൽക്കുന്നത് ഇപ്പോൾ എന്താണ് ഇനി അങ്ങോട്ട് എന്ന് ചോദിച്ചാൽ, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു രീതിയിൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടും. ഫസ്റ്റ് നല്ലൊരു ലോങ് മൂവ്മെൻറ്റ് തന്നെ വരും. കാരണം ട്രെൻഡ് റിവേഴ്സായിട്ട് തിരിച്ച് കയറി 1298 റീടെസ്റ്റ് ചെയ്യണം. റീടെസ്റ്റ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ റീടെസ്റ്റ് ചെയ്ത് അതിൻ്റെ മുകളിലാണ് ക്ലോസിങ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് മൂവ്മെൻറ്റ് നോക്കിയിട്ട് ഇവിടുന്ന് ബൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇവിടെ നല്ലൊരു മൂവ്മെൻറ്റ് എന്തായാലും കിട്ടും. നേരത്തെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡിൽ ബ്രേക്ക്ഔട്ട് ചെയ്ത് നിന്നിട്ട് നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ലെവൽ വാച്ച് ചെയ്ത് നോക്കുക, ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ വീഡിയോക്കകത്ത് പറഞ്ഞ ഹ്യൂണ്ടായി, അതുകൊണ്ട് തന്നെ എല്ലാറ്റിയൊക്കെ നോക്കി അറിയാൻ പറ്റും അത് ഏത് ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളത്. സോ അതിനകത്ത് എല്ലാറ്റും ഇപ്പോഴും ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒരു വട്ടം പ്രോഫിറ്റ് ബുക്ക് ചെയ്തെങ്കിൽ ഞാനത് ഡൗൺ ആയപ്പോൾ വീണ്ടും വാങ്ങി ആ ലെവലിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഹ്യൂണ്ടായി ആണെങ്കിലും ഒരു അപ് ട്രെൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു ചെറിയൊരു ആ ലെവലിൽ തന്നെയാണ്, ആ അപ് ട്രെൻഡ് ആണെങ്കിൽ ആ ലെവൽ തന്നെയാണ്, താഴേക്ക് വന്നിട്ടില്ല. സോ അത് അവിടുന്ന് ഒരു മൂവ്മെൻറ്റ് മുകളിലോട്ട് പ്രതീക്ഷിക്കുന്നു. ലാസ്റ്റ് കുറച്ച് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് ഒന്നാമത്തത് ഹാവൽസ് ആണ്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് രണ്ടാമത്തെ ELGI എക്യുപ്മെൻറ്റ്സ് ആണ്. ELGI എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എയർ കംപ്രസർ ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ കമ്പനിയാണ്. പിന്നെ അതുകൊണ്ട് തന്നെ വേൾഡ് നോക്കുകയാണെങ്കിൽ 5ാമത്തെ 6ാമത്തെ കമ്പനിയാണ്. സോ അവരുടെ ഇയർ ഓൺ ഇയർ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർ EPS കൂടിക്കൊണ്ടിരിക്കുകയാണ്. EPS കൂടുന്നു പറഞ്ഞാൽ ഏണിംഗ് പെർ ഷെയർ കൂടുകയാണ്. അതുപോലെ തന്നെ പ്രോഫിറ്റും ഇയർ ഓൺ ഇയർ കൂടി വരികയാണ്. അത് വലിയ രീതിയൊന്നുമല്ല, പക്ഷേ അത് മാന്യമായ രീതിയിൽ കൂടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞത് ഫണ്ടമെൻ്റലിൻ്റെ കാര്യമാണ്. ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആണെങ്കിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ബാക്കി ടെക്നിക്കൽ കാര്യങ്ങളിലേക്ക് കടക്കേണ്ട കാര്യമുള്ളൂ. എൻ്റെ അനാലിസിസ് വെച്ച് ഓരോരുത്തർക്കും ഓരോ വ്യൂ ആയിരിക്കും. ഞാൻ നോക്കുന്നത് വെച്ചിട്ട് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ ടെക്നിക്കലി ഞാൻ നോക്കാറുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഫണ്ടമെൻ്റൽ ബെറ്റർ ആണ്. രണ്ടാമത്തെ കേസ്, ഈ ഒരു ലെവല് 609 അല്ലെങ്കിൽ 610 റേഞ്ച് സസ്റ്റെയിൻ ചെയ്യണം. ഞാൻ നേരത്തെ ഹാവൽസിൻ്റെ കേസ് പറഞ്ഞപ്പോൾ തന്നെ ഈ ഒരു ലെവൽ റീടെസ്റ്റ് ചെയ്തിട്ട് ഇരിക്കുന്ന ലെവലാണ്. ഇത് നല്ലൊരു റിജക്ഷൻ അപ്സൈഡിൽ വരുമ്പോൾ നല്ല ഡൗൺ സൈഡുള്ള നല്ല റിജക്ഷനോട് കൂടിയ ക്യാൻഡിൽ ഈ പറഞ്ഞിരിക്കുന്ന ലെവലിൽ നിൽക്കുകയാണ്. ഈ ലെവലിൽ ഒരു സെല്ലിംഗ് പ്രഷർ സാധാരണ കാണുന്നതാണ്, സെല്ലിംഗ് പ്രഷർ ഉള്ള ലെവലാണ്. ഈ ലെവൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു നല്ലൊരു റാലി നമുക്ക് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. 250 എന്തായാലും പോകും. സോ ഈ ലൈൻ നോക്കുക, 609 എന്ന് പറയുന്ന ലൈൻ നോക്കുക. ഈ 650 ലൈൻ സസ്റ്റെയിൻ ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഇത് അപ്സൈഡ് തീർച്ചയായിട്ടും മൂവ് ചെയ്യും. അത് അപ്രണ്ട് നിൽക്കുകയാണത്. ഈ റീടെസ്റ്റ് ചെയ്യുന്ന ലൈനിൽ റീടെസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ഓക്കെ, ഈ റീടെസ്റ്റ് ചെയ്യുന്ന സസ്റ്റെയിൻ ചെയ്യുക, റീടെസ്റ്റ് ചെയ്തതിന് ശേഷം സസ്റ്റെയിൻ ചെയ്യുമ്പോൾ മാത്രം നോക്കിയോ. നിങ്ങൾക്ക് ഇവിടെ നോക്കി അറിയാം. പിന്നെ ഫസ്റ്റ് നല്ല സെല്ലിംഗ് പ്രഷർ കൂടി താഴേക്ക് സെല്ലിംഗ് പ്രഷർ വന്നെയാണ്, അതിനെ കവർ ചെയ്തുകൊണ്ട് തന്നെയാണ് മുകളിലേക്ക് പോയത്. ഈ ഒരു ലെവലിൽ നല്ല പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ നല്ലൊരു സോണായിട്ട് ആക്ട് ചെയ്യുന്ന ഏരിയ ആണ്. പക്ഷേ ഇവിടെ റീടെസ്റ്റ് വന്നെന്ന് പറയുമ്പോൾ ഈ റീടെസ്റ്റിലൂടെ അക്യുമുലേഷൻ ഉണ്ട്. റീടെസ്റ്റിൽ അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ബയേഴ്സ് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബയേഴ്സിൻ്റെ അക്യുമുലേഷൻ്റെ റീസണാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ ബുള്ളിഷ് സൈഡ്, ബുള്ളിഷ് സ്ട്രെങ്ത് ഇവിടെ കാണിക്കുന്നത്. സോ നെക്സ്റ്റ് ക്യാൻഡിൽ ചെക്ക് ചെയ്യേണ്ടുന്നത് ഒരു നല്ലൊരു പ്രൊഡക്റ്റീവ് ക്യാൻഡിൽ ഇതിന് മുകളിൽ ക്ലോസിങ് കിട്ടണം. ദെൻ ഈ ഒരു തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് തീർച്ചയായിട്ടും എൻട്രി എടുക്കുക. അവിടെ തീർച്ചയായിട്ടും എൻട്രി എടുത്ത് കഴിഞ്ഞാൽ മുകളിലോട്ട് പോകും, ഷുവറാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും പോകും. ടെക്നിക്കൽ എങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് ഏതാണെന്ന് വെച്ചാൽ ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് എന്ന് പറഞ്ഞ ഷെയറാണ്. അപ്പോൾ അത് അതിൻ്റെ ഫണ്ടമെൻ്റൽസ് ഞാൻ ജസ്റ്റ് നോക്കിയായിരുന്നു. ഫണ്ടമെൻ്റൽ നോക്കുമ്പോൾ അത്യാവശ്യം
നല്ല സ്ട്രോങ് ആയിട്ടുള്ളത് തന്നെയാണ് ഹിമാദ്രിയുടെ. EPS ഒക്കെ കൂടുന്നുണ്ട്, പ്രോഫിറ്റും കൂടുന്നുണ്ട്. അപ്പോൾ അടുത്ത ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ആരെങ്കിലും ബൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ലെവൽ നോക്കുക. 781 781 എന്ന് പറഞ്ഞ ലെവൽ നോക്കുക. ഈ ലെവലിന് മുകളിൽ ഇത് ഓൾറെഡി ഇപ്പോൾ ഓൾ ടൈം 88 അടിച്ച് നിൽക്കുന്നതാണ്, ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്ന സാധനമാണ്. അപ്പം വളരെ കോഷ്യസായിട്ട് മാത്രമേ അത് എൻട്രി എടുക്കുക. എൻട്രി എടുക്കുന്നത് 781 മുകളിൽ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്രേക്ക്ഔട്ട് ഫർദർ മൂവ്മെന്റ് ഉണ്ടാവും. ഇപ്പോൾ ഒരു സോണാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു സോൺ ഇപ്പോൾ ഒരു ഫോം ആയിട്ടുണ്ട്. ഈ സോണിലേക്ക് വന്ന് റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എൻട്രി എടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 781 മുകളിൽ നല്ലൊരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടണം. ഈ പറഞ്ഞിരിക്കുന്ന 816 അല്ലെ 819 എന്ന് പറഞ്ഞ റേഞ്ചിന് മുകളിൽ ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്ത് കിട്ടിയാൽ മാത്രം എൻട്രി എടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ ഫർദർ പ്രോഫിറ്റ് ബുക്കിങ്ങിന്റെ സാധ്യത കൂടുതലാണ്. 80 അടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് ആണെങ്കിൽ പോലും ഈ പറഞ്ഞിരിക്കുന്ന ഈ സോണിൽ എവിടെയെങ്കിലും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് റിജക്ഷൻ ഉണ്ടാവും. ബൈയേഴ്സ് സർക്കുലേറ്റ് ഫർദർ മൂവ് ചെയ്യുകയാണ്. ഇപ്പം ധൈര്യമായിട്ട് നമുക്ക് ഇവിടുന്ന് കയറാൻ പറ്റും. അല്ല ഇപ്പം നിലവിലിപ്പം ഈ 781 എന്ന ലെവലിന് താഴേക്കാണെന്നുണ്ടെങ്കിൽ അത് വാച്ച് ചെയ്യുക. താഴ്ന്ന് തീർച്ചയായിട്ടും താഴേക്കാണ് ക്ലോസിങ് കിട്ടുന്നത്, തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും. ആ പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം മാത്രമേ നമുക്ക് ആരെങ്കിലും എൻട്രി എടുക്കുന്നെങ്കിൽ എൻട്രി എടുക്കുക. അപ്പോൾ അതല്ലെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് പോവുകയും ചെയ്യും, പക്ഷേ താഴേക്ക് കുറച്ച് ഇറങ്ങി വന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് അതേസമയം വെയിറ്റ് ചെയ്തിട്ട് എത്ര ടൈം ലാപ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ലെവലിൽ നോക്കുക, അതിനുശേഷം എൻട്രി നോക്കുക. അടുത്തത് ലെൻസ് കാർഡാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ് ലെൻസ് കാർഡിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഫണ്ടമെന്റലും സ്ട്രോങ് ആണ്. അത് കുറച്ച് നാളായിട്ട് ഒരു പാറ്റേൺ ഇങ്ങനെ ഫോം ചെയ്യുന്നുണ്ട്. ഒരു അപ്പർ സൈഡും ലോവർ സൈഡും ആയിട്ട് ഒരു ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്താണ് ഇങ്ങനെ പോകുന്നത്. ഈ ട്രെൻഡ് ലൈൻ നോക്കിയാൽ അറിയാം. ഈ താഴത്തെ ട്രെൻഡ് ലൈൻ ഇതെപ്പോഴെങ്കിലും ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് സെല്ലിംഗ് പ്രഷർ കുറച്ചുണ്ടായിട്ടുണ്ട്, താഴോട്ട് പോയിട്ട് പിന്നെ അവിടുന്ന് ബയേഴ്സ് അക്യുമുലേറ്റ് ചെയ്ത് കയറി വരികയാണ് ചെയ്യുന്നത്. എപ്പോഴും അങ്ങനെയാണ്. ഇവിടെ ഈ ഒരു ലൈൻ നോക്കുക. നമ്മുടെ ഈ ഒരു ലൈനിൽ 2026 ജാനുവരി 21 ഈ ലൈനിൽ സപ്പോർട്ട് എടുത്തു, തിരിച്ചറിയ ലൈനിൽ കയറിപ്പോയി, മുകളിലോട്ട് പോയി. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഈ ഒരു ലൈൻ ഇത് സെല്ലിംഗ് പ്രഷർ ഉള്ളതായിട്ട് കാണുന്നത് കൂടുതൽ. ഇവിടെ നോക്കിയാലും അറിയാം സെല്ലിംഗ് പ്രഷർ വളരെ കൂടുതലുള്ള ലൈനാണ് ഈ ട്രെൻഡ് ലൈൻ. ഇവിടെ ഇത് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് എന്താണ് തീർച്ചയായിട്ടും കുറച്ച് മുകളിലോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ലൈൻ എപ്പോഴൊക്കെ വന്നിട്ട് സപ്പോർട്ട് എടുക്കുന്നു, സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവാണ്. അതായത് ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് പോകുന്ന ഒരു പാറ്റേണും കാണുന്നില്ല. തിരിച്ച് നല്ലൊരു സെല്ലിംഗ് പ്രഷർ എടുത്തിട്ട് തിരിച്ച് താഴേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ താഴത്തെ സപ്പോർട്ട് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് താഴെ മുകളിലേക്ക് പോയാലും സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ടും കാണുന്നില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു സപ്പോർട്ടിൽ നല്ല രീതിയിൽ റീടെസ്റ്റ് ചെയ്തു, അതിനുശേഷം മുകളിലേക്ക് ഗ്രാജുവലി കയറിയിട്ട് ഇത് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല ഈ ഒരു ലൈനിൽ സൂപ്പർ ആയിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ആക്ട് ചെയ്തിട്ടുണ്ട്. ഈ ലൈനിൽ വന്നതും ഇവിടെ അതിന്റെ സെല്ലിംഗ് പ്രഷർ ഇവിടെ ആക്ട് ചെയ്ത് നല്ല രീതിയിൽ സെല്ലേഴ്സ് ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇവിടുന്ന് ഒരടുത്ത ഒരു ബയേഴ്സ് അക്യുമുലേറ്റ് ചെയ്തു, പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടാണെങ്കിലും അല്ലാത്ത ആളെ ആഡ് ചെയ്താണെങ്കിലും ഇവിടെ പുതിയ ആൾക്കാർ ജോയിൻ ചെയ്തു, ഇവിടെ അക്യുമുലേറ്റ് ചെയ്തു, ഇവിടെ നല്ലൊരു ക്യാൻഡിൽ ഫോം ചെയ്തു, ഇതിന് മുകളിൽ നിൽക്കുന്നു. ഇനി എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സസ്റ്റെയിൻ ചെയ്ത് നോക്കുക. ഇത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു മൂവ്മെന്റ്, അപ്സൈഡ് മൂവ്മെന്റ് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ ലെവലിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. മൂവ്മെന്റ്സ് ഇവിടെ കിട്ടുന്നുണ്ട്, സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സെല്ലേഴ്സ് സമ്മതിക്കാറില്ല. അപ്പോൾ ഈ ഒരു ലൈൻ, അതായത് 628 എന്ന് പറഞ്ഞ ലൈനിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യും. ഈ ലൈനിന് മുകളിലല്ല, 628 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ സസ്റ്റെയിൻ ചെയ്ത് റീടെസ്റ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. സസ്റ്റെയിൻ ചെയ്യുന്നുള്ളപ്പോൾ റീടെസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ എൻട്രി ഇടുക, അത് മുകളിലോട്ട് പോകും. ഇവിടെ ഒരു സെല്ലിംഗ് പ്രഷർ വന്നാൽ റീടെസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് മുകളിലോട്ട് കയറി പോകും. ഓക്കെ, ഈ ലൈൻ വാച്ച് ചെയ്താൽ മതി. അതായത് ഈ ലൈനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം റെസ്പെക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ പ്രൈസ് ആക്ഷൻ നോക്കുക എന്നുള്ളത് ഒറ്റ വഴിയുള്ളൂ, അല്ലാതെ വേറെ കാര്യം അതില്ല. ഇവിടെ ഓൾറെഡി ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ട്. ഈ സെല്ലിംഗ് പ്രഷറിന് പുറമെ അതിനെ കവർ ചെയ്തുകൊണ്ട് ഏതെങ്കിലും ബയേഴ്സ് ആക്റ്റീവ് ആവുകയാണെങ്കിൽ ഇവിടുന്ന് ആ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇതെല്ലാം ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ്. താല്പര്യമുള്ളവർ പഠിച്ചിട്ട് മാത്രം ചെയ്യുക. ഇത് എൻ്റെ സ്റ്റഡീസ് മാത്രമാണ്.